വീഡിയോയിലാട്ടോ പോണേ. Who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Amen. And to our Lady, Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Our Lady of all, sing out, pray for us. In the name of the Father, and of the Son, and of the Holy Spirit. Amen. It was the year of the Crusades, which saw a growing interest in sites consecrated by the human presence of Jesus in the Holy Land. ആ അച്ഛൻ പറയണ ഹിസ്റ്ററി ഇങ്ങനെയാണ്. AD 1061 റിച്ചൽഡ്സ് എന്ന് പറഞ്ഞ ലേഡിക്ക് പരിശുദ്ധ ദൈവമാതാവ് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയും നസറത്തിലുള്ള പരിശുദ്ധ മാതാവിൻ്റെ വീട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് മാതാവ് അതുപോലെയുള്ള ഒരു വീട് വാത്സിംഗത്തിൽ പണിയെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മാതാവിൻ്റെ ആവശ്യപ്രകാരം അവിടെ വിശുദ്ധ വീട് പണിതു. പിന്നീട് പല കാരണങ്ങളാൽ അത് തകർന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ കാണാൻ പോണ ഈ പള്ളി പണിതു. ഈസ്റ്റ് ആംഗ്ലിയ ബിഷപ്പ് ബഹുമാനപ്പെട്ട പീറ്റർ കോളിൻസിനോട് സംസാരിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. ഇവിടെ നിന്ന് വാങ്ങിച്ച രൂപങ്ങൾ അച്ഛൻ ബ്ലെസ് ചെയ്തു തന്നു. ഇവിടുന്ന് ഹോളി വാട്ടറും ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. നിന്റെ തകർച്ചയിലാശ്വാസമേകാം, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്റെ താരാട്ട് പാടിയുറക്കാം. ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ. പ്രാർത്ഥനകൾ എഴുതിയിട്ടു. ലഞ്ചിന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാൻഡ്വിച്ചും ഫ്രൂട്ട്സാണ് നമ്മൾ കഴിച്ചത്. വിവിധ പള്ളികളിൽ നിന്ന് ആൾക്കാരെ നടത്തിയ പൊസഷനാണിത്.
തൊട്ടക്കരെ തന്നെയുള്ള മറ്റൊരു പള്ളിയാണ്. അച്ഛന്മാരുടെ സാന്നിധ്യം ബിഷപ്പ് അർപ്പിച്ച കുർബാനയാണ് പിന്നീട് നമ്മൾ പങ്കെടുത്തത്. envisage her saying her affirmative response in the quietest of voices. And yet it was a true affirmation of the Spirit that she gave. ഇനിയും ഈ വിശുദ്ധ സ്ഥലം കാണാൻ പറ്റുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി.